ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫാ അസ്വദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മുത്തുനബിയുടെ ഒരു നാമമാണ് ബഷീർ എന്നുള്ളത്. ശുദ്ധ ഖുർആനിൽ തന്നെ ആ പേരുണ്ട്. ബഷീറൻ വനദീറ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. മുബശ്ശിറുണ്ട്, ബഷീറുണ്ട്. മുബശ്ശിർ നമ്മൾ വിശദീകരിച്ചു. ബഷീറൻ നദീറ. ബഷീർ എന്ന് പറഞ്ഞാൽ ധാരാളമായി സന്തോഷ വാർത്ത നൽകുന്നവർ. മുബശ്ശിർ സന്തോഷവാർത്ത നൽകുന്നവർ. ബഷീർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കൂടുതലായി ധാരാളമായി സന്തോഷ വാർത്ത നൽകുന്നവർ എന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ നബി നമുക്ക് നൽകിയ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മനസ്സറിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിനനുസരിച്ച് അമല് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയും. സുബ്ഹാന റബ്ബി. 30 തവണ ഓതിയാലോ 3 കൊട്ടാരങ്ങൾ. ഉമർ തങ്ങൾ പറഞ്ഞു, നമുക്ക് കൊട്ടാരങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കാലോ നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെക്കാൾ വിശാലതയുള്ളവരാണ്. നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു വർദ്ധിപ്പിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ എത്ര സന്തോഷങ്ങൾ. നിസ്കരിച്ചാൽ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന സന്തോഷ വാർത്ത. നിസ്കരിക്കേണ്ട, വുളൂ ചെയ്താൽ തന്നെ ഓരോ അവയവങ്ങൾ കഴുകിത്തീരുമ്പോഴും നമ്മുടെ പാപങ്ങൾ, മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, സകാത്ത് കൊടുത്താൽ, ഖുർആൻ ഓതിയാൽ എത്ര മഹത്വങ്ങളാണ്, സുവിശേഷങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വർഗത്തിന്റെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരില്ല. മുത്തനബി നമുക്ക് നൽകിയത് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. ആസിം ഇബ്നു ഹംസ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ നരകത്തെ പറഞ്ഞു, വല്ലാത്ത നരകമാണല്ലോ, വലിയ പേടി പ്രകടിപ്പിക്കുകയാണ്. സ്വർഗം പറഞ്ഞു. സ്വർഗത്തെ പറഞ്ഞപ്പോൾ ഖുർആൻ ഓതുകയാണ്, സീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സ്വർഗത്തിന്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഖജനാവുകാർ, പാറാവുകാർ അവനോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരായിരിക്കുന്നു, നന്മയുടവരായിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതനായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഖുർആനിന്റെ സന്തോഷ വാർത്തയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
മുത്തുനബി പറഞ്ഞതല്ലേ അലി റളിയല്ലാഹു അൻഹു പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലെത്തിയാൽ അവിടെ ഒരു മരമുണ്ടാകും. ആ മരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് 2 അരുവികൾ ഉത്ഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിലൊന്നിലേക്ക് അവര് പോകും. അതിൽ നിന്ന് അവർ വെള്ളം കുടിക്കും. അവരുടെ വയറ്റിലുള്ള എല്ലാ മ്ലേച്ഛതകളും നീങ്ങിപ്പോകും. ഒരു തോന്നിവാസങ്ങളും ഒരു മ്ലേച്ഛതകളും അവരുടെ ഉള്ളിൽ പിന്നെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, മറ്റേ അരുവിയിലേക്ക് അവർ പോകുന്നു. അവിടെ നിന്ന് അവർ ശുദ്ധിയാകുന്നു. സുബ്ഹാനല്ലാഹ്, അനുഗ്രഹങ്ങളുടെ പെരുമഴ വർഷിക്കുകയാണ്. ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ശരീരത്തിനൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അവരുടെ മുടികൾ എപ്പോഴും വാർന്ന് ചീകി വെച്ചതുപോലെയാണ്, എണ്ണ തേച്ചതുപോലെയാണ്, പാറിക്കളിക്കുകയില്ല. അവർ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. എന്തൊക്കെ സന്തോഷങ്ങളാണ് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ 4 ഭാഗത്തു നിന്നും കുട്ടികൾ വരുന്നു, ചെറിയ കുട്ടികൾ. യതൂഫൂന ബിഹിം കമാ യതൂഫു വിൽദാനു ദുനിയാ ബിർറജുൽ. ദുനിയാവിലെ ചെറിയ കുട്ടികൾ നമ്മുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് പോലെ ഇവരുടെ ചുറ്റും ഇങ്ങനെ കുട്ടികൾ നടക്കും. അവരെ ഇടങ്ങേറാക്കാനല്ല, അവർക്ക് സന്തോഷങ്ങൾ പകർന്നു നൽകാൻ. വിദൂരദിക്കിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ കയ്യിലുള്ള മിഠായിക്ക് വേണ്ടി നമ്മുടെ പിന്നാലെ കുട്ടികൾ കൂടുന്നത് പോലെ കിതാബുകളിൽ നമുക്ക് കാണാം. നമ്മുടെ പിന്നാലെ കുട്ടികൾ കൂടുന്നതാണ്. ആ കുട്ടികൾ മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശവുമായിട്ടാണ് വരുന്നത്. അവരോട് പറയും, അബ്ശിർ ബിമാ അഅദ്ദല്ലാഹു ലക മിനൽ കറാമ. അല്ലാഹു നിങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ച സന്തോഷങ്ങൾ നിങ്ങൾ അറിയണം, നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടികളിൽ നിന്ന് ഒരു കുട്ടി, സുബ്ഹാനല്ലാഹ്, ഹൂറിലീങ്ങളിൽ നിന്ന് അല്ലാഹു അവന് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച ഹൂറിലീങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. അവര് പറയും, ഖദ് ജാഅ ഫുലാൻ. നാള് പറയും, ദുനിയാവിൽ ഒരു മനുഷ്യനെ ആ മനുഷ്യനെ എന്താണോ വിളിക്കാറുള്ളത് ആ പേര് പറഞ്ഞുകൊണ്ട് പറയും, ഇതാ അബൂബക്കർ സിദ്ദീഖ് വന്നിരിക്കുന്നു, ഉമർ വന്നിരിക്കുന്നു, അതുപോലെ അഹ്മദ് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ എന്താണോ നമ്മുടെ പേര് ആ പേര് തന്നെയാണ് ആ കുട്ടികൾ പോയി ഹുറുലിങ്ങളോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഹുറുലിങ്ങൾ ചോദിക്കും, അതെ നീ കണ്ടോ, നീ കണ്ടോ, നാളെ നീ കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഹൂറിലീങ്ങൾ അവൻ്റെ അരികിലേക്ക് പോകും, അവനെ സന്തോഷിപ്പിക്കും. ഇങ്ങനെ എത്ര എത്ര അനുഗ്രഹങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷമാണ്. അവിടെ സങ്കടമില്ല, സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളോ ചിന്തകളോ അവിടെ ഇല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിലെ റുമ്മാൻ പഴം, സ്വർഗത്തിലെ ആപ്പിൾ, സ്വർഗത്തിലെ ജ്യൂസുകൾ, ആഗ്രഹിക്കുന്ന ജ്യൂസുകളാണ്. എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏത് തരം ഫ്രൂട്ട്സ് എന്താണോ നമുക്ക് വേണ്ടത്, മാ തസ്തഹി അൻഫുസുഹും, അവരുടെ ശരീരങ്ങൾ, മനസ്സുകൾ എന്താഗ്രഹിക്കുന്നോ അതവിടെ ലഭിക്കും. ഒരു കുറവ് അവിടെ ഉണ്ടാവില്ല. അവിടെ ബാത്റൂമിൽ പോവേണ്ടതില്ല, കുളിക്കേണ്ടതില്ല, എന്നെന്നും അവർക്ക് സമാധാനം, വിയർപ്പില്ല, ദുർഗന്ധങ്ങളില്ല. എവിടെയും എപ്പോഴും സുഗന്ധം മാത്രം, മാധുര്യം മാത്രം. അവിടെ
അവർക്കൊരു പ്രയാസവുമില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് സുവിശേഷം നൽകിയ ഈ സ്വർഗം നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കണം. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. അൽ കയ്യസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ? സ്വർഗം നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ ധാരാളമായി ചെയ്യുന്നവരാണ് ബുദ്ധിമാൻ. മുഹമ്മദുർ റസൂലുള്ളാഹ്. വിഡ്ഢി ആരാണ്? ഈ ദുനിയാവിൽ തോന്നിയതുപോലെ ജീവിക്കുക, കുറഞ്ഞ കാലത്തെ സന്തോഷത്തിന് വേണ്ടി ശാശ്വതമായ ജീവിതം, ആ ഖബർ ജീവിതം, പാരത്രിക ജീവിതം, അവിടെയുള്ള സന്തോഷം നഷ്ടപ്പെടുത്തി കളയാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണം. അതിന് ഇവിടെ ചെറിയ പ്രയാസങ്ങൾ സഹിച്ചാൽ, ഇവിടെ ദീനിന്റെ അതിർവരമ്പുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ, ശാശ്വതമായ ആ ലോകത്ത് നമുക്ക് സമാധാനത്തോടെ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് നൽകിയ ഈ സന്തോഷ വാർത്തകൾ, ആ വാർത്തകളൊക്കെ നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.